قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم بالقصاص حياة يا أولي الألباب لعلكم تتقون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അങ്ങേയറ്റം മാനവികവും മനുഷ്യപ്പറ്റുള്ളതുമായ ഒരു ദൈവിക ദർശനമാണ്. ആ ദൈവിക ദർശനത്തെ ഡെമണൈസ് ചെയ്യാൻ അഥവാ പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നമുക്ക് ചുറ്റുവട്ടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അത് ശിക്ഷാ നിയമങ്ങളായാലും അത് സ്ത്രീകളോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഇസ്ലാമിൻ്റെ ലൈംഗിക സമീപനങ്ങളെക്കുറിച്ചാണെങ്കിലും അതെല്ലാം അങ്ങേയറ്റം പ്രാകൃതവും അപരിഷ്കൃതവും ആധുനിക കാലത്ത് ജീവിക്കുന്ന ജനസമൂഹങ്ങൾക്ക് തീരെ യോജിക്കാത്തതുമാണ് എന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒന്നിച്ചില്ലാൻ ആഴ്ചകളിലായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, എല്ലാ ചാനലും അത് സംബന്ധമായി ചർച്ച നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ അവരുടേതായ ഒരു ചർച്ചക്കിടെ അവരുടേതായ ഒരു വെർഷൻ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നിമിഷപ്രിയക്ക് ശിക്ഷ വിധിച്ച രാജ്യം മനുഷ്യാവകാശങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാത്ത പ്രാകൃതമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാടാണ്. അതുകൊണ്ട് അവിടെ പെട്ടുപോയതാണ് നിമിഷപ്രിയ. ഇതാണ് റിപ്പോർട്ടറിൻ്റെ ഭാഷ്യം. അവിടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കാത്തതാണ്, പ്രാകൃതമാണ്, അവിടെ പെട്ടുപോയതാണ് നിമിഷപ്രിയ എന്നതാണ് റിപ്പോർട്ടറിൻ്റെ ഭാഷ്യം. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചാണ്, അവിടെ നിലനിൽക്കുന്ന ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചാണ് ഈ പ്രാകൃതം എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1979 11/3/1979 ദേശാഭിമാനി വാരികയിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ശിക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് പറയവേ ES ഗംഗാധരൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൊള്ള, കൊല, കളവ്, വഞ്ചന, വ്യഭിചാരം, അടിപിടികൾ എന്നിവയ്ക്കെതിരായി കഠിന ശിക്ഷകൾ നൽകുന്ന ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ ദയാദാക്ഷിണ്യങ്ങളില്ല അറബ് നാടുകളിൽ. അതിലൊന്നും ഒരു ദയാദാക്ഷിണ്യമില്ല അറബ് നാടുകളിൽ. അതിനാൽ തന്നെ കലഹ കാരണങ്ങളും ദുർനടപടികളും അവിടെ കുറവാണ്. ഇത് 1979 ദേശാഭിമാനി വാരികയിൽ ES ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്. എന്നാൽ കാലങ്ങൾ പിന്നിട്ട് 2025 ഈ കഴിഞ്ഞ ജൂലൈ 18, ഇന്ന് 25-ാം തീയതിയാണ്, കഴിഞ്ഞ ജൂലൈ 18-ാം തീയതി ദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള പകപോക്കൽ
ഏഴാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അഷ്റഫുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് ഏഴാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ചിലരതിന് 6-ാം നൂറ്റാണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും അത് 6-ാം നൂറ്റാണ്ടല്ല, 7-ാം നൂറ്റാണ്ടാണ്. 7-ാം നൂറ്റാണ്ടിൽ അറബ് ജൂത ഗോത്ര സംസ്കൃതിയിൽ നിലനിന്നിരുന്ന നിയമവ്യവസ്ഥയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 45-ാം വചനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വചനവും കൂടിയാണ്. ഈ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്ന് പറയുന്ന തൗറാത്തിൽ നിയമവ്യവസ്ഥയായിട്ട് നിശ്ചയിച്ചു എന്ന് അള്ളാഹു പറയുന്നൊരു സംഗതിയാണത്. നിയമവ്യവസ്ഥയാണ്. ആധുനിക സമൂഹത്തിൽ അത് അങ്ങേയറ്റം അനഭിലഷണീയമാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അനഭിലഷണീയവും ആധുനിക സമൂഹത്തിന് ചേരാത്തതും അതുപോലെ തന്നെ പ്രാകൃതവും എന്നൊക്കെയാണ്. അത് റിപ്പോർട്ടർ ചാനലോ ദേശാഭിമാനി പത്രമോ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇവിടുത്തെ എക്സ് മുസ്ലിംസും ഇവിടുത്തെ നവനാസ്തികരും ഇവിടുത്തെ നവലിബറൽ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളും ഒക്കെ പറയുന്ന കാര്യമാണ് ഈ പറയുന്ന പ്രാകൃത നിയമങ്ങളെന്ന്. ഇതൊന്നും ഏതെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങളുടെയോ അന്വേഷണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. മറിച്ച് മതം തന്നെ പ്രാകൃതമാണ്, അതുകൊണ്ട് മതത്തിലെ നിയമങ്ങളും പ്രാകൃതമാണ് എന്ന് ഇങ്ങനെ ഒരു ഓടെ അങ്ങോട്ട് പറയുന്നതാണ്. അല്ലാതെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ന്യായാന്യായതകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ പറയുന്നതല്ല. ഇനി മതങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാ, പ്രാർത്ഥനയെക്കുറിച്ച് പറയാ, പൂജയെക്കുറിച്ച് പറയാ, വഴിപാടിനെക്കുറിച്ച് പറയാ, അതുപോലെ തന്നെ ആരാധനകളെക്കുറിച്ചോ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചോ പറയാം. അതിനപ്പുറം മതം ക്രിമിനൽ നിയമം പറയുകയോ എന്താണിത് എന്നതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഒരു മതം ക്രിമിനൽ ലോ പറയുന്നത് എങ്ങനെയാണ്? അവർ പൂജയെക്കുറിച്ചോ വഴിപാടിനെക്കുറിച്ചോ നിവേദ്യ സമർപ്പണത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞോ, അതാണ് അവരുടെ മേഖല. അതിനപ്പുറം ക്രിമിനൽ നിയമം മതം പറയുക എന്ന് പറഞ്ഞാൽ, അത് 7-ാം നൂറ്റാണ്ടിലെ നിയമം ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഇത് പ്രാകൃതമാണ്. ഇതാണ് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ മൊത്തം കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമ്മളിതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല. ഈ പ്രാകൃതവാദം അവിടുന്ന് ഇവിടുന്നൊക്കെ നിരന്തരമായി കേൾക്കുമ്പോൾ ഒരു കുറേ ആളുകളെങ്കിലും വിചാരിച്ചു പോവും, പ്രത്യേകിച്ച് പുതിയ തലമുറ വിചാരിച്ചു പോവും, അല്ല ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ 7-ാം നൂറ്റാണ്ടിലെ ഒരു നിയമങ്ങൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്താണ് പ്രസക്തി? അത് അക്ഷരാർത്ഥത്തിൽ പ്രാകൃതമല്ലേ? ആധുനിക ലോകത്ത് ആധുനിക നിയമങ്ങളല്ലേ വേണ്ടത് എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മളങ്ങനെ ഈ പറയുന്ന പോലെ ഒരു അപകർഷതാ ബോധത്തിന് അടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകൾ അതേസമയം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ആരാധനകളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ഖുതുബയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അഥവാ കുറേ നാൾ കൂടെ ജീവിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പം അതിൻ്റെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഞാൻ ആ ഖുതുബ നിർവഹിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ അതൊരു പ്രാകൃതം അല്ലെങ്കിൽ കാലഘട്ടത്തിന് പ്രാകൃതം എന്ന് പറഞ്ഞില്ലെങ്കിലും കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത പുതിയ തലമുറയിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നിരന്തരം ഇങ്ങനെ ഇത് പ്രാകൃതമാണ്, വാട്സാപ്പിൽ വരുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, യൂട്യൂബിൽ വരുന്നു, അങ്ങനെ മൊത്തം തരക്കേടില്ല എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഇതിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ എല്ലാവരും കൂടി നിന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ സ്വാധീനമാണ്. ചുറ്റുവട്ടത്തിൻ്റെ സ്വാധീനമാണ്. അതൊരു സോഷ്യൽ സൈക്കോളജിയാണ്. ഈ ആടിനെ പട്ടിയാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുറേ ആളുകളൊക്കെ കൂടി ഒരു ആട് ഓടിപ്പോകുമ്പോൾ ദാ പട്ടി പോകുന്നു എന്നൊക്കെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൻ്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന നമുക്കും തോന്നും അത് ആടല്ലല്ലോ, അത് പട്ടിയാണല്ലോ നമുക്കും തോന്നും. അതാണ് ഈ ആടിനെ ഓടിച്ച് പട്ടിയാക്കാന്ന് പറയുന്നത്. ഈ ആടിനെ ഓടിച്ച് പട്ടിയാക്കുന്ന ഈ സോഷ്യൽ സൈക്കോളജി ഉണ്ടല്ലോ, കുറേ ആളുകൾ ഇങ്ങനെ ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും അത് പട്ടിയല്ല, അത് ആടല്ല, അത് പട്ടിയാണെന്ന് തോന്നും. അഥവാ ഒരു സത്യം നുണയാണെന്ന്, ഒരു സത്യം അസത്യമാണെന്ന് അഥവാ നുണയാണെന്ന് 100 ആളുകൾ 100 പ്രാവശ്യം ആവർത്തിച്ചാൽ ബാക്കി നിൽക്കുന്ന ആളുകൾക്കും തോന്നും അത് സത്യമല്ല, അത് നുണയാണെന്ന് തോന്നും.
അതാണ് അതിൻ്റെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സാമൂഹ്യ മനഃശാസ്ത്രം അതിൻ്റെ ഒരു മാസ് സൈക്കോളജി എന്ന് പറയുന്നത് അതാണ്. ഇത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ചുറ്റുവട്ടത്ത് നിന്ന് എല്ലാവരും കൂടി ഇത് പ്രാകൃതമാണെന്ന് പറയുമ്പോൾ മുസ്ലിമിനും തോന്നും ഇത് പ്രാകൃതമാണോ എന്ന് അവന് ഏറ്റവും ചുരുങ്ങിയത് സംശയമെങ്കിലും വരും. അതാണ് അവസ്ഥ. ചുറ്റുവട്ടം സ്വാധീനിക്കും നമ്മളെ ഏത് കാര്യത്തിലും ചുറ്റുവട്ടം സ്വാധീനിക്കും. അതേസമയം ഈ നിയമങ്ങൾ, ഈ പ്രാകൃതം എന്ന് ഇവർ പറയുന്ന നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെ നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കൂ, അവർക്ക് ഈ കോംപ്ലക്സ് ഉണ്ടാവില്ല. കാരണം അവിടെ ചുറ്റുവട്ടത്ത് ഈ നിയമം പ്രാകൃതമാണെന്ന് ഒരു കുറേ ആളുകൾ പറയുന്നില്ല. ഒരു കുറേ ആളുകൾ ആ നാട്ടിലെ ആളുകൾ പറയുന്നില്ല. അതുകൊണ്ട് അവർക്കിത് പ്രാകൃതമാണെന്ന് തോന്നൂല. ഇപ്പൊ ഇന്ത്യയിലെ പീനൽ കോഡിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് അവരതിനെ കാണുന്നത്. അവിടെ എല്ലാ ദിവസവും ആളുകളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതെന്ത് പരിപാടിയാണെന്ന് വിചാരിക്കാൻ. അപ്പോൾ ഈ ഒരു സാമൂഹിക മനഃശാസ്ത്രം വർക്കൗട്ട് ആവുന്നത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് പ്രാകൃതമാണെന്നൊക്കെ കുറേ ആളുകൾ പറയുമ്പോൾ അങ്ങനെ തോന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി ഇതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ വശമുണ്ട്. ഇങ്ങനെ ചുറ്റുവട്ടത്ത് നിന്ന് പറയുമ്പോൾ നമ്മുടെ ആർക്കെങ്കിലും അതങ്ങനെയാണെന്ന് തോന്നിയാൽ അത് വളരെ അപകടം പിടിച്ച ഒരു തെറ്റായ ഒരു തോന്നലല്ല, അത് വളരെ അപകടം പിടിച്ച ഒരു തോന്നലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിശ്വസിക്കേണ്ട അനിവാര്യമായ മറ്റൊരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ. ആ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, വിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ് എന്ന് വിശ്വസിക്കൽ അയാളുടെ ബാധ്യതയാണ്. ഖുർആനിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിനെ സംബന്ധിച്ച് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്താൻ പറ്റില്ല. കാരണം ഖുർആനിലെ ഏതെങ്കിലും ഒരു നിയമം തള്ളിയാൽ അയാൾ അക്ഷരാർത്ഥത്തിൽ തള്ളുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. 6236 വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതിൽ നിയമ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങളുണ്ട്, അത് അഡ്വൈസുമായി ബന്ധപ്പെട്ട വചനങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വചനം എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരാൾ തള്ളിക്കളഞ്ഞാൽ എന്താവുക സംഭവിക്കുക? അയാൾ അള്ളാനെ തന്നെ തള്ളിക്കളയുന്നവനായി മാറും. അല്ലാതെ അത് പോട്ടെ, അത് പറ്റൂല, നിനക്ക് എടുക്കണ്ട, നീ അള്ളാഹിൽ വിശ്വസിക്ക് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത് ഇസ്ലാമിലെ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് പറഞ്ഞാൽ കൊന്നവനെ കൊല്ലണം. ഇതാണ് ഇസ്ലാമിലെ നിയമം. അത് എന്തിൻ്റെയെങ്കിലുമൊക്കെ കാരണത്തിൽ ഒരാളെ കൊന്നു കളഞ്ഞു, അത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട്, രക്ഷപ്പെടലിന്റെ ഭാഗമായിട്ട്, അങ്ങനെയൊക്കെ യാദൃച്ഛികമായിട്ട് ഒരാളെ അടിച്ചു, അതുകൊണ്ട് അയാൾ മരിച്ചുപോയി, അയാളെ കൊല്ലണം എന്നൊന്നും അല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അതൊക്കെ വിശദാംശങ്ങൾ അതിന് ഇസ്ലാമികമായ പീനൽ കോഡ് നിശ്ചയിക്കും, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ കൊലക്ക് കൊലയാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരാളെ അടിച്ചപ്പോൾ മരിച്ചുപോയി അയാളെ കൊല്ലണം എന്ന് പറയുന്ന നിയമമല്ല. ഇവരീ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന പോലെ ഒന്നുള്ളൊരു അവസ്ഥയൊന്നുമല്ല ഇസ്ലാമിലെ പ്രതിക്രിയക്കുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾക്കുള്ളത്. അത് അതിൻ്റെ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ വെച്ച് കോടതിയും നിയമവിദഗ്ധരും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കുക. അല്ല, ആള് കൊല്ലപ്പെട്ടു, ആള് കണ്ണടഞ്ഞോ, ആളുടെ റൂഹ് പിരിഞ്ഞോ, എന്നാൽ പിന്നെ ഇയാൾ കൊല്ലണം എന്നുള്ള നിയമമൊന്നും അല്ലാതെ. ഇവിടെ അല്ല പറയുന്നത് സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. എന്ത് നിയമമാക്കിയിരിക്കുന്നു? പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. അഥവാ കൊന്നവനെ കൊല്ലണം എന്ന പീനൽ കോഡ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ക്രിമിനൽ ലോ ആ വിഷയത്തിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നിട്ട് ആ വിഷയം അവസാനിപ്പിക്കുന്ന അള്ളാഹ് എന്ത് പറഞ്ഞാന്നറിയാമോ? വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്, നിങ്ങൾക്ക് ജീവിതമാണുള്ളത് ബുദ്ധിമാന്മാരെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് തുടങ്ങുകയും പിന്നെ ഇത് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറയുകയും അവസാനത്തിൽ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്ത ഒരു ക്രിമിനൽ ലോ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ഒരു മുസ്ലിം വിശ്വസിച്ചാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻകംപ്ലീറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് ആണ് എന്നാണ്. അല്ലാതെ ആ ഒരു നിയമം അത് ശരിയല്ല എന്ന് പറയുന്നിടത്ത് നിൽക്കില്ല. അതിനപ്പുറം ആ പറയുന്നത് അള്ളാഹ് ആരാണ്? ത്രികാലജ്ഞാനിയാണ്, ഓംനി പൊട്ടന്റ് ആൻഡ് ഓംനി പ്രസന്റ് ഓംനിഷ്യന്റ് ആണ് അള്ളാഹു. അഥവാ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, എല്ലാ കാലത്തെക്കുറിച്ചും അറിയാവുന്നവനാണ്.
മനുഷ്യന്റെ ബയോളജിയും സൈക്കോളജിയും ഫിസിയോളജിയും ഒക്കെ അറിയാവുന്നവനാണ്. അതാണ് അള്ളാഹ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹു ഉണ്ടാക്കിയ ഒരു നിയമം ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് തന്നെ ഇംപെർഫെക്റ്റ് ആണ്, അള്ളാഹ് തന്നെ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണനല്ലാത്ത അപൂർണനായ ഒരു അള്ളാഹുവിന്റെ ആവശ്യം ഈ ലോകത്തില്ല. അത് അള്ളാഹയാവില്ല, അത് കള്ളദൈവമായിരിക്കും, അത് കപട ദൈവമായിരിക്കും. അള്ളാഹു എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആണ്. അള്ളാഹു അങ്ങേയറ്റം പൂർണ്ണനാണ്, ത്രികാലജ്ഞാനിയാണ്. ആ അള്ളാഹു പറഞ്ഞ ഒരു നിയമം അപരിഷ്കൃതമാണ്, അല്ലെങ്കിൽ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ പറയുന്നത് അള്ളാഹ് തന്നെ പൂർണ്ണനല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഇത് അപരിഷ്കൃതമാണ് എന്ന് ഒരു വിദ്യാസമ്പന്നനോ അല്ലാത്തതോ ആയ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അങ്ങനെ ചിന്തിച്ച് നടന്നാൽ അവൻ പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ അള്ളാഹിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നില്ല. പരിഗണിക്കാത്തത് കൊണ്ടാണ് അവൻ ഈ നിയമം ഫിറ്റല്ല എന്ന് പറയേണ്ടി വന്നത്. അഥവാ ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല, മറിച്ച് എന്താ അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് നമ്മളൊക്കെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നില്ല എന്ന് അള്ളാഹു ഒരിടത്തും പറഞ്ഞില്ല. അവർ ഇന്നത്തെ പോലെ നിരീശ്വരവാദികളായിരുന്നില്ല, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. പിന്നെന്താണ് അവരുടെ അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ പ്രശ്നം? ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല. അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല. ബാപ്പയാണെന്ന് സമ്മതിച്ചു, പക്ഷേ ബാപ്പയെ കാണേണ്ട വിധം കണ്ടില്ല, ബാപ്പയെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല. അത് ബാപ്പയെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്, ദൈവനിഷേധത്തിന് തുല്യമാണ്. ഇത് നമ്മളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ ഒരു നിയമം, ആ നിയമത്തിൽ ഒരു പോരായ്മയുമില്ല. അഥവാ വിവാഹേതര ബന്ധങ്ങൾ ഒരർത്ഥത്തിലും വെച്ചു പുലർത്താൻ പാടില്ല എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുത്. അത് കൺസെൻഷ്വൽ സെക്സ് ആണെങ്കിലും വ്യഭിചരിക്കരുത്, ചെയ്യരുത് എന്ന് അള്ളാഹ് പറഞ്ഞത് ഏത് കാലത്തും അത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടി പറഞ്ഞതാണ്. ആരൊക്കെ നിന്ന് ആടിനോടിച്ചു പട്ടിയാക്കിയാലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം പറയാൻ പാടില്ല വ്യഭിചാരം ഏതെങ്കിലും സന്ദർഭത്തിൽ ഹലാലാകും അല്ലെങ്കിൽ അനുവദനീയമാകും, മ്യൂച്വൽ കൺസെന്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം അനുവദനീയമാകുമെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ലോകത്തെല്ലാവരും കൂടി നിന്ന് വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ പ്രാകൃതമാണ് എന്ന് പറഞ്ഞാലും ഒരു സത്യവിശ്വാസിക്ക് അത് പ്രാകൃതമാണെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളയാണ് പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ, അതിനകത്ത് ജീവിതമുണ്ട്, തഖ്വയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ആ നിയമ വ്യവസ്ഥയാണ് പിന്തുടരേണ്ടത് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ ഈ പറയുന്നത് പോലെ എക്സ് മുസ്ലിം മറ്റേ വിശ്വാസത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ നവനാസ്തിക വിശ്വാസത്തിന്റെ പേരിലോ നവലിബറൽ കാഴ്ചപ്പാടിന്റെ പേരിലോ നമ്മൾ തള്ളി പറയാൻ നിന്നാൽ നമ്മൾ പിന്നെ അള്ളാഹു വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ നമ്മൾ ദൈവ നിഷേധിയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഇസ്ലാമിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. അത് നമ്മൾ പല ഘട്ടത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ അതിനകത്തേക്ക് പോവുകയല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ വശം അതാണ്. വെറും തെറ്റുകളുണ്ട്, പക്ഷെ എല്ലാ തെറ്റും ഒരുപോലെയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവശാസ്ത്രപരമായി ഇതിൻ്റെ വശം നമ്മൾ ലളിതവൽക്കരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ നമ്മുടെ മക്കൾ ചിന്തിക്കാതിരിക്കാനും നമ്മൾ ചിന്തിക്കാതിരിക്കാനും കഴിയണം. ചുറ്റുവട്ടത്ത് നിന്ന് നിരന്തരമായിട്ട് ഇത് പ്രാകൃതമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കും മനസ്സിൻ്റെ ഏതോ കോണിൽ തോന്നിപ്പോകും, അല്ലെ ഇത് പ്രാകൃതമാണ്, ഇത് 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ നിയമങ്ങളാണ്, ഇതൊക്കെ ഇവിടെ എന്താണ് പ്രസക്തി എന്ന് തോന്നിപ്പോകാൻ നമുക്ക് പാടില്ല. അങ്ങനെ തോന്നലുണ്ടായാൽ അപകടം പിടിച്ച ഒരു തോന്നലാണത്, അത് കേവലം ഒരു തെറ്റല്ല. മറ്റേ വിഷയത്തിലും ഞാനിത് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നോക്കുക. അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇസ്ലാമിക നിയമങ്ങൾ പ്രാകൃതമാണെന്ന് പറയുന്നവരുടെ ക്രെഡിബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്ലാമികമായ നിയമങ്ങൾ പ്രാകൃതമാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ക്രെഡിബിലിറ്റി എന്താ? ഒറ്റ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഇസ്ലാമിക നിയമങ്ങൾ പ്രാകൃതവും അപരിഷ്കൃതവും ആധുനികമായ ലോകത്തിന് പറ്റാത്തതും ആണെന്ന് പറയുന്നവർ
എന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത്? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. അഥവാ നമുക്കറിയാം, മദ്യം എന്ന് പറയുന്ന വസ്തു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കൈമുതലാണ്. എന്ത്? അവന്റെ ചിന്താശേഷി, അവന്റെ ബുദ്ധി, അവന്റെ തിരിച്ചറിവ്. ഈ മൂന്നുമാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചിന്തിക്കും. ആ ചിന്തയിൽ നിന്ന് അവനുണ്ടാകുന്നത് ചില തിരിച്ചറിവുകളാണ്. മദ്യമാകട്ടെ ഇത് മൂന്നും ദുർബലപ്പെടുത്തും. മദ്യവും മയക്കുമരുന്നും എല്ലാം ഇത് മൂന്നും ദുർബലപ്പെടുത്തുന്നതാണ്. മയക്കുമരുന്നും അവിടെ നിൽക്കട്ടെ, കാരണം മയക്കുമരുന്നിനെതിരെ എല്ലാവരും ശബ്ദം ഉന്നയിക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഇല്ലാതാകണം, അത് ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. മദ്യത്തെക്കുറിച്ച് അതല്ല സമീപനം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൈമുതലായ ബുദ്ധിയെ ദുർബലപ്പെടുത്തുന്ന, അവൻ്റെ ചിന്താശേഷിയെ ദുർബലപ്പെടുത്തുന്ന, അവൻ്റെ തിരിച്ചറിവിനെ ദുർബലപ്പെടുത്തുന്ന, പെങ്ങളെയും ഭാര്യയെയും മാതാവിനെയും ഇത് തിരിച്ചറിവാണ്. എല്ലാ പെണ്ണും പെണ്ണാണ് എന്നുള്ളത് അറിവാണ്. എല്ലാ പെണ്ണും പെണ്ണാണ്, അതായത് ഉമ്മയും പെങ്ങളും ഭാര്യയും പെണ്ണാണെന്നുള്ളത് അറിവാണ്. അതേസമയം ഈ മൂന്ന് പെണ്ണിൽ ഒന്നെൻ്റെ ഭാര്യയാണ്, ഒന്നെൻ്റെ പെങ്ങളാണ്, ഒന്നെൻ്റെ ഉമ്മയാണ്. അത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുത്തുന്നതാണ് മദ്യം. ഈ മദ്യം ഈ ബോധത്തോടുകൂടി, എല്ലാവർക്കും അറിയാമല്ലോ അത് അങ്ങനെയാണെന്നുള്ളത്, ഈ ബോധത്തോടുകൂടി ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ഈ മദ്യം ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക അനുവാദത്തോടുകൂടി ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്യുകയും അത് കുടിക്കുകയും അങ്ങനെ ബുദ്ധിയും ചിന്താശേഷിയും തിരിച്ചറിവും നഷ്ടപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് അതെന്താണത്? അത് പ്രാകൃതമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിനാരെങ്കിലും പ്രാകൃതം എന്ന് വിളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൈമുതലായ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന, ചിന്ത നഷ്ടപ്പെടുത്തുന്ന, തിരിച്ചറിവ് നഷ്ടപ്പെടുത്തുന്ന മദ്യം, ഇത് നമുക്ക് ഗൗരവമായി തോന്നുന്നില്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിക നിയമങ്ങളൊക്കെ പ്രാകൃതമാണെന്ന് പറയുന്നവർ ആധുനിക മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു വസ്തു കുടിക്കുക എന്ന് പറയുന്നത്, അതിന് ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് അത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത്, അതിനൊരു മന്ത്രി തന്നെ വയ്ക്കുക എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പ്രാകൃതമാണ്. ആരെങ്കിലും പ്രാകൃതമാണെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ആധുനിക മനുഷ്യന് യോജിച്ചല്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് അപരിഷ്കൃതമാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോകട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മദ്യം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, നമ്മൾ പറയുന്നത് മദ്യം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ശാസ്ത്രീയമായി ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മദ്യം വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ആവശ്യം എന്താ? ദൈവമുണ്ട്. ശാസ്ത്രീയമായ തെളിവുണ്ടോ? എല്ലാവർക്കും ശാസ്ത്രീയമായ തെളിവാണല്ലോ ആവശ്യം. ഈ ശാസ്ത്രീയമായ തെളിവ് അന്വേഷിക്കുന്നവരുടെ മുൻപിലാണ് മദ്യത്തിന്റെ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമൂഹതലത്തിലും രാഷ്ട്രതലത്തിലും ഈ മദ്യമുണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു വശത്ത് അത്, മറുവശത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേർക്ക് നേരെ കാണുകയാണ് മദ്യപിക്കുന്നവന് സംഭവിക്കുന്നത് എന്താണ്, അവന്റെ കുടുംബത്തിൽ അവൻ ഉണ്ടാക്കുന്ന ദുരന്തം എന്താണ്, അവൻ സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തം എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അക്രമങ്ങൾ പെരുകുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, അപകടങ്ങൾ വർദ്ധിക്കുന്നു. ബഹുമുഖങ്ങളായ ദുരന്തങ്ങളാണ് മദ്യമുണ്ടാക്കുന്നത്, തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അതിനു പുറമെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യമന്ത്രിയുണ്ട് രാജ്യത്ത്, സംസ്ഥാനങ്ങളിലുണ്ട്, രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളും ആരോഗ്യമന്ത്രിയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിന് കാരണമാകുന്ന മദ്യം ബോട്ടിലാക്കി അതിൻ്റെ പുറത്ത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് എഴുതി അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി വിതരണം ചെയ്യുകയും അത് വാങ്ങിക്കുടിക്കുകയും ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അത് പ്രാകൃതമല്ലേ? അത് പരിഷ്കൃതമാണെന്നാണോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ ബുദ്ധിയെ ദുർബലപ്പെടുത്തുന്ന, അവന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, അവൻ ആത്മഹത്യയിലേക്ക് പറഞ്ഞുവിടുന്ന, അത് ദുർബലമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അപ്പൊ എന്താണ് ഈ പരിഷ്കൃതം, അപരിഷ്കൃതം, പ്രാകൃതം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രാകൃതം എന്ന് പറയുന്നതിന് ശരിയായ അർത്ഥമാണെങ്കിൽ, അപരിഷ്കൃതം എന്ന് പറയുന്നതിന് ശരിയായ അർത്ഥകൽപ്പന കൊടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രാകൃത പരിപാടി.
ആ പരിപാടി ആധുനിക യുഗത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പറയുന്നത് ഇസ്ലാമിലെ നിയമം പ്രാകൃതമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്രമാത്രം യുക്തിവിരുദ്ധമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കണക്കുകളൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് എന്തിനാണ്? ഹെൽമെറ്റ് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഹെൽമെറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ജീവൻ രക്ഷിക്കാൻ. പണ്ടത് ഒരു ഹെൽമെറ്റ് മതിയാർന്ന്. ഇന്നിപ്പോൾ ഒരു ഹെൽമെറ്റ് പോരാ. പുറകിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് വേണം, നടുവിലിരിക്കുന്ന കുട്ടിക്കും ഹെൽമെറ്റ് വേണം. ഇപ്പൊ 3 ഹെൽമെറ്റ് വേണം ഒരാൾക്ക്. എന്തിനാണ്? ജീവൻ രക്ഷിക്കാൻ. ജീവൻ രക്ഷിക്കലായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ആദ്യം നിരോധിക്കേണ്ടത് മദ്യമാണ്. കാരണം ഹെൽമെറ്റ് വെച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കാൾ വലിയ അളവിലുള്ള ദുരന്തമാണ് മദ്യം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്കുകൾ പോലും നമുക്ക് ലഭ്യമല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതാരും അറിയരുത്. ഇതുണ്ടാക്കുന്ന ദുരന്തം കണ്ടിട്ട് ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇതിന്റെ കണക്കുകളൊന്നും കൃത്യമായിട്ട് നമുക്ക് ലഭ്യമല്ല. ഗവൺമെന്റിന് ഈ വകയിൽ ചെലവാകുന്ന തുക, അഥവാ മദ്യം ഇവിടെ ഉണ്ടാക്കിയ ദുരന്തത്തിന്റെ ഭാഗമായി ഭരണകൂടത്തിന് ചെലവഴിക്കേണ്ടി വന്ന തുക എത്രയാണ് എന്ന കണക്ക് ഇന്നും നമുക്ക് കൃത്യമായിട്ട് ലഭ്യമല്ല. സൂക്ഷ്മവും സ്ഥൂലവുമായ ഒത്തിരി ദുരന്തങ്ങൾ മദ്യം വരുത്തി വയ്ക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഹെൽമെറ്റ് വെക്കുന്നതിലൂടെ നമ്മുടെ ഉദ്ദേശം ജീവൻ രക്ഷിക്കലാണെങ്കിൽ ആ ജീവൻ കുടുംബത്തോടെ നഷ്ടപ്പെടുത്തുന്ന മദ്യം ഇവിടെ ഒരു വശത്ത് നമ്മൾ വിതരണം ചെയ്യുക. ജീവൻ നഷ്ടപ്പെടുത്തുന്ന മദ്യം ഒരു വശത്ത് നമ്മൾ വിതരണം ചെയ്യുക, മറുവശത്ത് നമ്മൾ ജീവൻ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് നിർബന്ധാക്കുക. ഇതെത്ര അപഹാസ്യമാണ്! ഇതല്ലേ പ്രാകൃതം എന്ന് പറയുന്നത്? ഇതല്ലേ അപരിഷ്കൃതത്വം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിമിഷപ്രിയ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ രക്ഷിക്കാൻ നടന്നത് റഹീമിന്റെ ജീവനാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് കേരളീയർ എല്ലാവരും കൂടി രക്ഷിക്കാൻ നടക്കുന്നത് നിമിഷപ്രിയയുടെ ജീവനാണ്. ഈ 2 പേരും സാധാരണക്കാരാണ്. എമിനന്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവര്, അത് പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവര്. ഈ രണ്ട് സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാനായിട്ട്, റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ പിരിച്ചെടുത്തത് 48 കോടി രൂപയാണ്. ഇനി നിമിഷപ്രിയയെ ദിയ വാങ്ങി രക്ഷപ്പെടും എങ്കിൽ ഇനി എത്ര പിരിക്കാനും നമ്മൾ സന്നദ്ധാണ്. ആ രണ്ട് പേരും മലയാളികൾ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ശരി ന്യായാന്യായതകളല്ല പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിമിഷപ്രിയക്ക് വേണ്ടി ഇത്രയും നമ്മൾ സ്വാധീനം ചെലുത്തുന്നത്, അതുപോലെ തന്നെ റഹീമിന് വേണ്ടി 48 കോടി രൂപ നമ്മൾ പിരിച്ചെന്തിനാ? റഹീമിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ? ആണല്ലോ, അല്ലാതെ വേറൊരു ഉത്തരവില്ലല്ലോ. മലയാളിയായ ഇവർ 2 പേരെ ജീവൻ രക്ഷിക്കണം. യഥാർത്ഥത്തിൽ മലയാളിയുടെ ജീവനോടാണ് നമുക്ക് പ്രേമമെങ്കിൽ നമ്മൾ ആദ്യം നിർത്താൻ മുറവിളി കൂട്ടേണ്ടത് എന്താണ്? ഇവിടെ മദ്യം നിരോധിക്കണമെന്ന് പറയല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിലൂടെ ഒരു നിമിഷപ്രിയയുടെയും ഒരു റഹീമിന്റെയും ജീവൻ മാത്രമാണോ പോകുന്നത്? അല്ല, എത്രയോ റഹീമുമാരുടെയും എത്രയോ നിമിഷപ്രിയമാരുടെയും ജീവനാണ് മദ്യം ഇവിടെ വിതരണം ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 മലയാളിയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഈ 2 മലയാളിയും കുറ്റം ചെയ്ത ആളുകളാണ്. അത് അവർ പോലും സമ്മതിക്കുന്നു. റഹീം പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, നിമിഷപ്രിയ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്ത മലയാളികളുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ ഈ കോടികൾ ഉണ്ടാക്കുന്നതും പിരിക്കുന്നതും അതിനുവേണ്ടി റെക്കമെൻഡേഷൻ ഒക്കെ നടക്കുന്നത്. അവർ അത് നടക്കട്ടെ, നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ മോചിപ്പിക്കപ്പെടട്ടെ. ഇതൊക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജീവന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പൊരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരവധി മലയാളി സ്ത്രീകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് മദ്യം. മദ്യം കഴിച്ചതിന് ശേഷം ഒരാൾ ഹെൽമെറ്റ് വെച്ച് തന്നെ വാഹനം ഓടിച്ചാൽ അവൻ പോയി ഇടിക്കുന്നത് നിരപരാധിയായ, ഒരു കുറ്റവും ചെയ്യാത്ത, ഇവിടെ കുറ്റം ചെയ്തവരുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ നടക്കുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത നിരവധി ആളുകളെ റോട്ടിൽ വണ്ടി ഇടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മലയാളിയുടെ ജീവൻ പ്രേമികൾ ശബ്ദമുയർത്താത്തത്? അതെങ്ങനെയാണ് ഒരു മദ്യനിരോധന സമിതി കുറെ ആളുകളുടെ വെറുതെ ഏറിലേക്ക് പോകുന്ന ഒരു ശബ്ദമായിട്ട് കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഈ പുരോഗമനവും പ്രാകൃതത്വവും പറയുന്നവരുടെ കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവനോടാണ് നമുക്ക് പ്രേമമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജീവൻ നഷ്ടപ്പെടുത്തുന്ന എല്ലാം നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം. വിദേശത്തൊരു മലയാളി പെടുമ്പോൾ അവന്റെ ജീവന് മാത്രമേ വിലയുള്ളൂ. കേരളത്തിൽ ആ മലയാളി ജീവിക്കുമ്പോൾ അവന്റെ ജീവന് വിലയില്ലേ? വിദേശത്തേക്ക് ഒരു മലയാളി പോകുമ്പോൾ മാത്രം അവന്റെ ജീവന് വില. അവൻ തെറ്റ് ചെയ്താലും അവന്റെ ജീവന് വില. നാട്ടിൽ നിൽക്കുന്ന ഒരു മലയാളി കെട്ടിയോൻ മദ്യപിച്ച് ജീവിതം മൊത്തം തകർക്കുന്നു, ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു.
അത് നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമെന്ന ലേബലൊട്ടിച്ച് നമ്മൾ ഔദ്യോഗികമായി വിതരണം ചെയ്യുന്നു, നമ്മൾ വാങ്ങിക്കുടിക്കുന്നു, നമ്മുടെ ചിന്ത നഷ്ടപ്പെടുന്നു, നമ്മുടെ കുടുംബം തകരുന്നു, നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു. ആർക്കും ഒരു പ്രശ്നമില്ല. അതെന്താ? അത് പുരോഗമനം, പ്രോഗ്രസീവ്. എന്താ ഇപ്പം പുരോഗമനം, എന്താ ഇപ്പം പ്രാകൃതം? ആകെ കൺഫ്യൂഷനാണ് ഇപ്പം നമുക്ക്. പ്രാകൃതം എന്താണ്, പുരോഗമനം എന്താണെന്ന് ആകെ കൺഫ്യൂഷനാകുന്ന അവസ്ഥയായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതേസമയം ഇവർ പ്രാകൃതം എന്ന് പറയുന്ന നിയമവ്യവസ്ഥ എന്ന് ഇവർ ആക്ഷേപിക്കുന്ന ഇസ്ലാം ജീവന് നൽകുന്ന വില നമ്മൾ അറിയണം. ഇസ്ലാം ജീവന് നൽകുന്ന വില, ഒരു മനുഷ്യന്റെ ജീവന് നൽകുന്ന വില, അവന്റെ ചിന്തക്ക് നൽകുന്ന വില, അവന്റെ തിരിച്ചറിവിന് നൽകുന്ന വില ചില്ലറയല്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അഥവാ ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ മൊത്തം മനുഷ്യരെ കൊന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച് ജീവന് വില കൽപ്പിച്ച ഒരു അങ്ങേയറ്റം പ്രോഗ്രസീവായിട്ടുള്ള പരിഷ്കൃതമായിട്ടുള്ള ദർശനമാണ് ഇസ്ലാം. ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരുടെയും ജീവന് തുല്യമാണ്. ഒരു മനുഷ്യൻ കൊന്നു കഴിഞ്ഞാൽ, അകാരണമായി കൊന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് പറഞ്ഞതുപോലും എന്തുകൊണ്ടെന്നറിയാമോ? ജീവന് വിലയുണ്ടെന്ന് ആ ജീവൻ എടുത്തവനും അറിയണം, അത് കണ്ടു നിൽക്കുന്നവനും അറിയണം. അതുകൊണ്ടാണ് ഇസ്ലാം കൊലക്ക് കൊല എന്ന് പറയുന്ന നിയമം നിശ്ചയിച്ചത്. ജീവൻ അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടതല്ല, ജീവന് വിലയുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാം അധ്യായം സൂറത്ത് അന്നാമിൽ എന്താ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വയ്യഹും. ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്നുള്ള പറഞ്ഞു. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുടനെ പറഞ്ഞു, പവിത്രമായ ഒരു ജീവനെയും നിങ്ങൾ അകാരണമായി എടുക്കരുത് എന്നല്ലാഹു പഠിപ്പിച്ചു. ആ ജീവൻ അത്രയും പവിത്രമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, മാനവികമായ കാഴ്ചപ്പാട്, മനുഷ്യപ്പറ്റുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ ജീവൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ആ ജീവന്റെ ബുദ്ധിശേഷി നശിപ്പിക്കുന്ന, ചിന്താശേഷി നശിപ്പിക്കുന്ന, തിരിച്ചറിവ് നശിപ്പിക്കുന്ന മദ്യത്തെയും ആ മനുഷ്യപ്പറ്റുള്ള ദർശനം സമ്പൂർണ്ണമായി നിരോധിച്ചു എന്നുകൂടി നമ്മൾ അറിയണം. ഇവിടെ ഒരു വശത്ത് പ്രാകൃതത്വം പറയുമ്പോൾ മറുവശത്ത് മദ്യം കുടിക്കുന്നവൻ പുരോഗമനവാദിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ, മനുഷ്യന്റെ ജീവന് ഒരു വശത്ത് വില കൽപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം നശിക്കാനിടയുള്ള മദ്യത്തെ മറുവശത്ത് സമ്പൂർണ്ണമായി നിരോധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മദ്യം ഒഴിവാക്കണം, മദ്യം നിങ്ങൾ ഒഴിവാക്കണം, വിജയിക്കാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കരുത്തോടും ശക്തിയോടും കൂടി അള്ളാഹു പറയുന്നു. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെ ഓർത്ത് നമ്മളാരും കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം വെച്ച് പുലർത്തേണ്ടതില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിലെല്ലാം ഇവിടെ ആരൊക്കെ നിന്ന് ഇസ്ലാമിലെ നിയമങ്ങൾ പ്രാകൃതമാണെന്ന് പറയുന്നുണ്ടോ ആ സമയത്തെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇവരാരെങ്കിലും ഞാൻ ഈ പറഞ്ഞ മദ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത് പ്രാകൃതമാണ്, അത് അപരിഷ്കൃതമാണ്, അത് ആധുനിക യുഗത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ അന്വേഷിക്കണം. ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു നവനാസ്തികനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ മദ്യം ഇവിടെ നിരോധിക്കണം, ഇത് അപരിഷ്കൃതമാണ്, ഇത് ആധുനിക ലോകത്തിന് പറ്റിയതല്ല. ഇവിടെ ഒരു എക്സ് മുസ്ലിം പറഞ്ഞു കേട്ടിട്ടില്ല മദ്യം നിരോധിക്കണം, ഇത് അപരിഷ്കൃതമാണ്, ഇത് പ്രാകൃതമായ വ്യവസ്ഥയുടെ ഭാഗമാണ്, നമ്മളത് കഴിക്കാനോ കുടിക്കാനോ വിൽക്കാനോ പാടില്ല എന്ന് പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. ഇവിടുത്തെ ലിബറലുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയും സെക്സ് ചെയ്യാം, പരസ്പരം സമ്മതം മതി എന്ന് വാദിക്കുന്ന ആരെങ്കിലും ഈ മദ്യം പ്രാകൃതമാണ്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. സ്വന്തം മുൻപിൽ അതിൻ്റെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തിൽ പോലും അത് അനുഭവിക്കുന്നവർ പോലും ദൈവനിഷേധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ ഇത് പറഞ്ഞതായിട്ട് നമ്മൾ കാണാൻ കഴിയില്ല. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുരോഗമനം എന്താണ്, പ്രാകൃതം എന്താണ് എന്ന ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും മനുഷ്യന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടെ ചിന്തിക്കേണ്ട ഇതാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ച് നമ്മളാരും അസ്വസ്ഥപ്പെടേണ്ടതില്ല. ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആകെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇസ്ലാമിക് ഐഡിയോളജി അങ്ങേയറ്റത്തെ മനുഷ്യപ്പറ്റുള്ളതും മാനവിക ബോധമുള്ളതുമാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ സന്നദ്ധമാകണം എന്നുള്ളതാണ്. ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ഞാൻ ജീവിച്ച് മരിച്ചു പോകുന്ന പരലോകമുണ്ടെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു ദർശനത്തിൻ്റെ അടിയാധാര രേഖയായി മൂലാധാരമായി നമ്മൾ കാണുന്ന
വിശുദ്ധ ഖുർആൻ പഠിക്കാനും കുറച്ചൊക്കെ ചിന്തിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ തന്നെ ആകെ ഒസുവാസിലായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുര നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.